ഞങ്ങൾ മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രായമായ അമ്മയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ പ്രവൃത്തികൾ അത്ര ശരിയല്ല എന്ന് പലരുടെയും കംപ്ലൈൻറ്റ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് അവിടുന്ന് വീട് താമസം മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലും അവർ അവിടുന്ന് മാറാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടെ അവരെ വീട്ടിൽ നിന്നും താമസം മാറ്റുകയും ചെയ്തു. ഇത് നടന്നത് 2022 നവംബർ മാസത്തിലാണ്. ഇവർ താമസം മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2022 ഡിസംബർ 2-ാം തീയതി, ഞാൻ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു യുവതിയെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം വന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു. മാന്യമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ നാണക്കേടായിരുന്നത്. ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് 2022 ഡിസംബർ 3-ാം തീയതി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കൃപാസനത്തിൽ പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ 2018 കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എനിക്കൊരു പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നു. പക്ഷേ ഞാൻ ആ കൃപാസന പത്രം വെറുതെ വീട്ടിലിട്ടു, വായിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൃപാസനത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു. അത് പരിശുദ്ധ അമ്മയാണ് എന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എന്നിട്ട് എനിക്കന്ന് പോരാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യത്തിന് വേണ്ടി ഞാൻ നടക്കുവാണ്. ഹസ്ബൻഡിന് വെളിയിൽ നടക്കാൻ മേലെ ഞാനും വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡിനോട് കൃപാസനത്തിലൊന്ന് പോകാമോ? കൃപാസനം എവിടെയാണെന്നറിയത്തില്ല. ഞാൻ ആ പത്രം എടുത്തു, കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പത്രം കിട്ടി. പത്രം എടുത്ത് ഞാൻ കലബോ ജംഗ്ഷനിലാന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നത് നമ്മൾ അൾത്താരെ കയറി നിന്ന് ഉടമ്പടി ഈശോയോടാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ വ്യക്തി ഉടമ്പടി എടുക്കണം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഉടമ്പടി വേണം ചേട്ടാ, ഈ ഉടമ്പടി എടുത്തിട്ട് വരണം. ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. ആ ഉടമ്പടി അന്ന് മുതൽ ഞങ്ങൾ പാലിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ കേസ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെക്ഷനിൽ നിന്ന് മുൻകൂർ ജാമ്യമില്ല, നോൺ ബെയിലബിൾ കേസാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് കേസ് വക്കീലിനെ കണ്ടുകൊടുത്തു. അതിനുശേഷം അത് കൊടുത്ത ശേഷം ഡിസംബർ 10-ന് ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛനോട് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഈ കൃപാസനത്തിൽ ഞാൻ ഇവിടെ വന്ന് പുറകിലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ചിരിച്ചുകൊണ്ട് പറയുന്ന കണ്ടപ്പം എനിക്ക് എന്താ എൻ്റെ അനുഭവം എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ അതിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് കറക്റ്റ് 30 ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി 3-ന് ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഹൈക്കോർട്ടിൽ നിന്നും. ജോൺ ബെയിലബിൾ കേസാണ്. ഹൈക്കോർട്ടിൽ നിന്നും ജാമ്യം കിട്ടുകയില്ല എന്ന് വക്കീൽ അവിടുന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജാമ്യം നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു.